കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്നത് ഒരു വ്യക്തിനാമമല്ല, മറിച്ച് ഒരു വികാരമാണ്. ആ വികാരത്തിന്റെ തുടർച്ചയായി മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ സജീവമാകുമ്പോൾ അത്ര തന്നെ രാഷ്ട്രീയ വ്യക്തതയോടെയും എന്നാൽ സേവന താല്പര്യത്തോടെയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് മകൾ മറിയ ഉമ്മൻ. ഇക്കുറി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ മറിയയുടെ പേര് സജീവമായി ഉയർന്നു കേട്ടിരുന്നെങ്കിലും ചില ആഭ്യന്തര ചർച്ചകൾക്കൊടുവിൽ അവർ മത്സരരംഗത്ത് നിന്നും മാറി നിന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിലും UDF മുന്നണിയുടെ കരുത്തുറ്റ പ്രചാരകയായി മറിയ ഉമ്മൻ കേരളത്തിലുടനീളം സഞ്ചരിക്കുകയാണ്. പത്തനാപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഉമ്മൻചാണ്ടി എന്ന ജനനായകനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. മറിയ ഉമ്മന്റെ ജീവിതം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ചർച്ചയാകാൻ പ്രധാന കാരണം അവരുടെ കുടുംബത്തിലെ രാഷ്ട്രീയ വൈവിധ്യമാണ്. മറിയയുടെ ഭർത്താവ് ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുമ്പോൾ മറിയ ഉമ്മൻ തന്റെ നിലപാട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. എന്റെ ഭർത്താവ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിക്കും സ്വന്തം രാഷ്ട്രീയപാത തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഞാനും എന്റെ കുടുംബവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. അപ്പ കാണിച്ചു തന്ന ആദർശങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാൻ ഞങ്ങൾ തയ്യാറല്ല, മറിയ പറയുന്നു. സഹോദരൻ ചാണ്ടി ഉമ്മൻ അപ്പയുടെ അതേ പാതയിൽ സഞ്ചരിക്കുന്നത് തനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകുന്ന മറിയ തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉറപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. സോളാർ കേസ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ ചെറുതല്ല. എന്നാൽ അത് വ്യക്തിപരമായി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ എത്രത്തോളം തളർത്തിയിരുന്നുവെന്ന് മറിയ ഉമ്മൻ വൈകാരികമായി വിവരിക്കുന്നു. അപ്പ എപ്പോഴും തന്റെ വേദനകൾ ഉള്ളിൽ ഒതുക്കുന്ന ആളായിരുന്നുവെന്ന് മറിയ ഓർക്കുന്നു. വീട്ടിൽ പ്രത്യേകിച്ച് മക്കൾക്ക് മുന്നിൽ തന്റെ വിഷമങ്ങൾ അദ്ദേഹം ഒരിക്കലും പ്രകടിപ്പിച്ചിരുന്നില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ CBI കുറ്റവിമുക്തനാക്കിയ ആ നിമിഷം മറിയയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒന്നാണ്. അപ്പയ്ക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അത്. ഒരു ദിവസം രാവിലെ ഞാൻ അപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പത്രവാർത്തയിലെ 2 വരികളിൽ വിരൽ വെച്ച് എനിക്ക് കാണിച്ചു തന്നു. CBI അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെന്ന റിപ്പോർട്ടായിരുന്നു അത്. അപ്പ പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിലുള്ള ആ വലിയ ആശ്വാസം ആ മുഖത്ത് ഞാൻ അന്ന് കണ്ടു, മറിയ വികാരഹീനയായി പറഞ്ഞു. ആ ആരോപണങ്ങൾ അദ്ദേഹത്തെ മാനസികമായി എത്രത്തോളം വേട്ടയാടിയിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ നിശബ്ദമായ വിരലടയാളം. പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മറിയയ്ക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഗണേഷ് കുമാറിനോട് ക്ഷമിച്ചുവെന്ന വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറിയ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവികമായി ജീവിക്കുന്ന അമ്മ എല്ലാവരോടും ക്ഷമിക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പ ഒരുപാട് ക്രൂരമായ ആരോപണങ്ങൾ നേരിട്ടു. അങ്ങനെ മാനസികമായി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും ആരോടും പക വെക്കരുതെന്നായിരുന്നു അപ്പയുടെ പക്ഷം. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. അവർ സത്യം തിരിച്ചറിയുന്നു. പത്തനാപുരത്തെ വോട്ടർമാർക്ക് കാര്യങ്ങൾ വ്യക്തമാണെന്നും അവിടെ UDF സ്ഥാനാർത്ഥി വലിയ വിജയം നേടുമെന്നും മറിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായ പകപോക്കലുകൾക്ക് തങ്ങളുടെ കുടുംബം തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. സ്ഥാനാർത്ഥി നിർണയ വേളയിൽ മറിയ ഉമ്മന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ചാണ്ടി ഉമ്മൻ എതിർത്തു എന്ന തരത്തിലുള്ള വാർത്തകളോട് അവർ പക്വതയോടെയാണ് പ്രതികരിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികാരം കൈയാളുന്നതിനേക്കാൾ തന്റെ പിതാവ് കാട്ടിത്തന്ന സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മറിയ വ്യക്തമാക്കുന്നു. ഓരോ മണ്ഡലത്തിലും അവർ എത്തുമ്പോൾ ലഭിക്കുന്ന വമ്പിച്ച സ്വീകാര്യത അധികാരമില്ലാതെ തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു. ചികിത്സയുടെ അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം നിഴലായി കൂടെയുണ്ടായിരുന്ന മറിയ ജനങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും നേരിട്ട് കണ്ടവളാണ്. അപ്പയ്ക്ക് ജനങ്ങളായിരുന്നു എല്ലാം. ആ സ്നേഹം തിരികെ നൽകുക എന്നതാണ് എന്റെ ലക്ഷ്യം, അവർ തുറന്നു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതും ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ്. മറിയ ഉമ്മൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശമാണ് നൽകുന്നതും. ഉമ്മൻചാണ്ടിയുടെ അതേ വിനയവും ദൃഢനിശ്ചയവും അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. കുടുംബത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾക്കിടയിലും സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മറിയ പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. സോളാർ കേസ് പോലുള്ള വേട്ടയാടലുകൾക്ക് കാലം മറുപടി നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പയുടെ മുഖത്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ കണ്ട ആശ്വാസം കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ആശ്വാസമാണെന്നും മറിയ കരുതുന്നു. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിലും UDFന്റെ വിജയത്തിനായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന മറിയ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ തന്റെ ദൗത്യം ഭംഗിയായി നിറവേറ്റുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും ജനങ്ങൾക്കിടയിൽ മറിയ ഉമ്മൻ എന്ന പേര് കൂടുതൽ തെളിഞ്ഞു നിൽക്കുമെന്നതിൽ സംശയമില്ല.